അന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടും നന്നായി. പിന്നെ വീഡിയോഗ്രാഫറിനോട് അന്ന് ഞാൻ പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു, എന്റെ പടം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയണമെന്ന്. അതൊരു കണക്കിന് നന്നായി. മേഘേട്ടാ, ഇവിടെ നിൽക്കുമായിരുന്നോ? നല്ല ചൂടല്ലേ? ജ്യൂസ് കുടിക്ക. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. ആൽബം നോക്കാനാണോ ഇങ്ങോട്ട് കയറി വന്നത്? ഇത് അവരുടെ മുറിയല്ലേ? ഇനി അവരെങ്ങാനും കണ്ടോണ്ട് വന്നാ അത് മതി അടുത്ത വഴക്കിന്. അതിനവര് വൈകുന്നേരമല്ലേ വരത്തുള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. അവളെ പേടിച്ച് നടക്കേണ്ട കാര്യമുണ്ട് മേഘേട്ടാ. എന്റെ പൊന്നു മഞ്ജു, എനിക്ക് അവളെ ഭയമൊന്നുമില്ല, എനിക്ക് അവളെ വെറുപ്പാ. അവളെത്ര പോരെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ. ഈ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് അവളുടെ വീടിന്റെ പരിസരത്ത് പോയി അന്വേഷിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ കല്യാണം നടത്തില്ലായിരുന്നു. എടി, കല്യാണത്തിന് അന്നല്ലേ എനിക്ക് അവളെ പിടിയിട്ടത്. ഇനി ഇപ്പൊ പറഞ്ഞിട്ട് എന്താ മേഘേട്ട കാര്യം? കല്യാണം നടന്നു പോയില്ലേ? അവളാണെങ്കിൽ കണ്ണേട്ടിന് ഓരോ ദിവസം കഴിയും തോറും വരുതിയിലാക്കിക്കൊണ്ടിരിക്കുക. കാണാൻ ഭംഗിയുള്ള അവള് കണ്ണേട്ടിന് വേണ്ടി ത്യാഗം ചെയ്തു എന്നൊക്കെയാ പറച്ചില്. അതുകൊണ്ട് നമ്മളെയൊക്കെ ഒഴിവാക്കിയിട്ട് ചിലപ്പോ സ്വത്തുക്കൾ മിക്കവാറും കണ്ണേട്ടിന് അവളുടെ പേരിൽ എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.